everyone, welcome to Study Loop. ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 എക്കണോമിക്സ് 5th ചാപ്റ്റർ ആണ്, ഹ്യൂമൻ ക്യാപിറ്റൽ. 4th ചാപ്റ്റർ വരെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യം എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് നോക്കാം. Human capital refers to the skills, knowledge, abilities, education and health possessed by people. ഹ്യൂമൻ ക്യാപിറ്റൽ എന്നത് ഒരു വ്യക്തിയുടെ സ്കില്ലും നോളജും എബിലിറ്റീസും എഡ്യൂക്കേഷനും ഹെൽത്തും കൂടിയിട്ടാണ്. ഇതിനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അതിൽ ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനെ ഫോർമേഷൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ റിഫേഴ്സ് ടു സ്കിൽസ്, നോളജ്, എബിലിറ്റീസ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് പൊസസ്ഡ് ബൈ പീപ്പിൾസ്. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നത് വ്യക്തികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, കഴിവുകൾ എന്നിവയൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയാമെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തേതാണ് നമ്മൾ പറഞ്ഞ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിഫേഴ്സ് ടു ഇംപ്രൂവിങ് പീപ്പിൾസ് ഓവറോൾ വെൽബീയിങ് ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഫ്രീഡം, ഓപ്പർച്യൂണിറ്റീസ്. ഇവയെല്ലാം കൂടിയിട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സഹായിക്കും. ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻകം കിട്ടുന്നു. ആ ഇൻകത്തിലൂടെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ചെയ്യുന്നു, ഫ്രീഡം കിട്ടുന്നു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നു. അടുത്തൊരു ടോപ്പിക്കാണ് സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹെൽത്ത് സെക്ടർ. ഹെൽത്ത് സെക്ടറിലെ അച്ചീവ്മെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസ്ഡ് ലൈഫ് എക്സ്പെക്റ്റൻസി. ഹെൽത്ത് സെക്ടർ നല്ലതാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലായിട്ട് കിട്ടും. രണ്ടാമത്തെ പോയിൻ്റാണ് മോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് സെൻറ്റേഴ്സ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഒരുപാട് ഹോസ്പിറ്റൽസ് വന്നു, ഒരുപാട് ഹെൽത്ത് സെൻറ്റേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പ്രോഗ്രാംസ് ലൈക്ക് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, പിന്നെ പോളിയോ ഫ്രീ നാഷനാണ്. ഇവിടെ പോളിയോ ഫ്രീ ആണ്. അതിൻ്റെ പ്രോബ്ലംസ് ആണ് പബ്ലിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ വെരി ലോ, ഷോർട്ടേജ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സ്, ഹൈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, ഇനിക്വാളിറ്റി, അർബൻ ഹെൽത്ത് ആൻഡ് റൂറൽ ഹെൽത്ത്. ഷോർട്ടേജ് ഉണ്ട്, ഡോക്ടേഴ്സിൻ്റെയും നഴ്സുമാരുടെയും ഷോർട്ടേജുകളുണ്ട്. പിന്നെ കുറച്ച് എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ തന്നെ ഇന്നിക്വാളിറ്റി ഉണ്ട്. അർബൻ ഹെൽത്തും റൂറൽ ഹെൽത്തും തമ്മിലൊരു ഇന്നിക്വാളിറ്റി ഉണ്ട്. ആരോഗ്യരംഗം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും സർക്കാർ ചെലവ് വളരെ കുറവാണ്. ഗ്രാമങ്ങളിൽ സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ രൂപീകരണത്തെ ഇത് ബാധിക്കുന്നുമുണ്ട്. രണ്ടാമത്തെ സെക്ടറാണ് എഡ്യൂക്കേഷൻ സെക്ടർ. അവിടെ പറയുന്നത് അച്ചീവ്മെൻറ്റ്സ് ആണ്. നമ്പർ ഓഫ് സ്കൂൾസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ് ഇൻക്രീസ്. അതായത് കൂടുതൽ സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റീസും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ലിറ്ററസി റേറ്റ് ഹാസ് ഇംപ്രൂവ്ഡ്. ലിറ്ററസി റേറ്റും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് പ്രോഗ്രാംസ് ലൈക്ക് സർവശിക്ഷ അഭിയാൻ, RTE ആക്ട്, NEP 2020 ഫോക്കസ് ഓൺ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇനി അതിലെ മൂന്നാമത്തെ പോയിൻ്റാണ് ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. അതിൽ അച്ചീവ്മെൻറ്റുകളാണ് ആദ്യം പറയുന്നത്. സ്കിൽ ഇന്ത്യ മിഷൻ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ITIs, പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സുകളുണ്ട്. യൂത്ത് ബിക്കമിങ് മോർ ജോബ് റെഡി. പ്രോബ്ലം എന്ന് പറയുന്നത് സ്കിൽ ഗ്യാപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ നീഡ്സ്. മോസ്റ്റ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ ആർ അൺസ്കിൽഡ് ഓർ സെമി സ്കിൽഡ്. ലിമിറ്റഡ് ആക്സസ് ടു മോഡേൺ ട്രെയിനിങ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ വർക്കേഴ്സ് എല്ലാവരും സ്കിൽഡ് അല്ല, അൺസ്കിൽഡും ആണ്, അതുപോലെ സെമി സ്കിൽഡ് ആണ്. ഇന്ത്യയിലെ സ്കിൽ ട്രെയിനിങ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും നിരവധി തൊഴിലാളികൾക്ക് കുറച്ച് സ്കില്ലുകൾ മാത്രമാണ് അറിയുള്ളൂ. ഇനി അതിലെ നാലാമത്തെ പോയിൻ്റാണ് മൈഗ്രേഷൻ. അതിൽ അച്ചീവ്മെൻറ്റ്സ് നോക്കാം. മെനി ഇന്ത്യൻസ് വർക്കിംഗ് അബ്രോഡ് സെൻഡ് റെമിറ്റൻസ്. അതായത് ഒരുപാട് ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നത് അബ്രോഡിലാണ്. സ്കില്ലഡ് വർക്കേഴ്സ് ആർ ഗെയിൻ ന്യൂ ടെക്നോളജീസ്. സ്കില്ലഡ് ആയിട്ടുള്ള വർക്കേഴ്സിനും ഒരുപാട് പുതിയ ടെക്നോളജീസും കിട്ടുന്നുണ്ട്. അതിൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഹൈലി സ്കില്ലഡ് പ്രൊഫഷണൽസ് മൈഗ്രേറ്റ് ടു ഡെവലപ്ഡ് കൺട്രീസ്. ഹൈലി സ്കില്ലായിട്ടുള്ള പ്രൊഫഷണൽസൊക്കെ എവിടേക്ക് പോയി? ഫോറിൻ കൺട്രീസിൽ പോയിട്ട് അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ലോസ് ഓഫ് ടാലൻറ്റ് ഫോർ ഇന്ത്യ.
അങ്ങനെ ഇന്ത്യയിലെ ആൾക്കാർക്കൊക്കെ ടാലൻ്റ് ഉള്ളവരൊക്കെ അങ്ങോട്ട് പോയപ്പോൾ ഇന്ത്യക്ക് ലോസാണ് സംഭവിച്ചിട്ടുള്ളത്. കഴിവുള്ളവർ വിദേശത്തേക്ക് പോകുന്നത് രാജ്യത്തിന് നഷ്ടമാണെങ്കിലും അവർ അയക്കുന്ന പണം രാജ്യത്തെ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടറിനെ കുറിച്ച് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് നോക്കാം. അതിൽ പറയുന്നത് ഫസ്റ്റ് പോയിൻ്റാണ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് സ്കിൽസ്, നോളജ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് പീപ്പിൾസ്. എഡ്യൂക്കേഷൻ വഴി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്? സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, നോളജ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെയാണ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ കോൺട്രിബ്യൂട്ട് മോർ ടു ദ GDP. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് മോർ ടു ദ GDP. എഡ്യൂക്കേഷൻസ് ഹെൽപ്സ് റിഡ്യൂസ് പോവർട്ടി. എഡ്യൂക്കേഷൻ വഴി നമുക്ക് എന്ത് റിഡ്യൂസ് ചെയ്യാൻ പറ്റും? പോവർട്ടി റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെ എഡ്യൂക്കേഷൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? അൺഎംപ്ലോയ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്, അത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ വഴി ജോലി ലഭിച്ച് ആ ഒരു ഇൻകത്തിൽ നിന്ന് നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി അതിലെ രണ്ടാമത്തെ പോയിൻ്റാണ് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ. അതിൽ ഫസ്റ്റ് വണ്ണാണ് സർവശിക്ഷ അഭിയാൻ, SSA. ഇതിൽ പറയുന്നത് എൻഷുർസ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ 6 to 14 years. 6 മുതൽ 14 വയസ്സുകാരുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. രണ്ടാമത്തെ പോയിൻ്റാണ് മിഡ് ഡേ മീൽ സ്കീം. അവിടെ പറയുന്നത് എന്താണ്? പ്രൊവൈഡ്സ് ഫ്രീ ലഞ്ച് ടു സ്കൂൾ ചിൽഡ്രൻസ്. സ്കൂൾ ചിൽഡ്രൻസിന് ഫ്രീ ലഞ്ചുകൾ പ്രൊവൈഡ് ചെയ്യണം. മൂന്നാമത്തേതാണ് RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. എഡ്യൂക്കേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഫോർ ചിൽഡ്രൻസ്. വിദ്യാഭ്യാസം അവകാശമായി പ്രഖ്യാപിച്ച നിയമമാണിത്. അതിൽ നാലാമത്തേതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020. ഫോക്കസസ് ഓൺ സ്കിൽ ബേസ്ഡ് ലേണിങ്സ്, ഡിജിറ്റൽ എഡ്യൂക്കേഷൻ. അതായത് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ലേണിങ്സും ഡിജിറ്റൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനുമാണ്. അടുത്തൊരു ടോപ്പിക്കാണ് പ്രോബ്ലംസ് ഓഫ് എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ പ്രോബ്ലംസ്. ഫസ്റ്റ് പറയുന്നത് ഇൻഎഡ്യൂക്കേറ്റ് ഫണ്ടിങ്, ഫണ്ടിൻ്റെ കുറച്ച് കുറവ് വരുന്നുണ്ട്. പിന്നെ പറയുന്നത് പുവർ ഇൻഫ്രാസ്ട്രക്ചർ, സൗകര്യങ്ങളുടെ കുറവ്, ടീച്ചേഴ്സ് ആബ്സെൻറ്റിസം, അധ്യാപകരുടെ അനാസ്ഥ, ഹൈ ഡ്രോപ്പ് ഔട്ട്, വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവർ, ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ സം റീജിയൻസ്, ചില ഭാഗങ്ങളിൽ ജെൻഡർ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ലോ ക്വാളിറ്റി ഓഫ് ലേണിംഗ്, പഠന നിലവാരം താഴ്ന്നതാകുന്നു. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. എന്തൊക്കെയെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻ ഇന്ത്യ. India has a huge potential to develop a strong base of human capital because of its large population, increasing literacy and growing access to education and health care. അതായത് ഇവിടെ പറയുന്നത് ജനസംഖ്യയുടെ വലിപ്പം, സാക്ഷരതാ നിരക്ക് കൂടുന്നത്, വിദ്യാഭ്യാസം, ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നത് എന്നിവ കാരണം ഇന്ത്യയിൽ ശക്തമായ ഹ്യൂമൻ ക്യാപിറ്റൽ വളരാനുള്ള വലിയ സാധ്യതകളുണ്ട്. ഇതിലെ രണ്ടാമത്തെ പോയിന്റാണ് ഇന്ത്യ ക്യാൻ ബിക്കം എ നോളജ് ഇക്കോണമി. അതായത് ഇഫ് ഇന്ത്യ ഇൻവെസ്റ്റ് മോർ ഇൻ എഡ്യൂക്കേഷൻ, സ്കിൽ ട്രെയിനിങ് ആൻഡ് ഹെൽത്ത്, ഇറ്റ് ക്യാൻ ബിക്കം എ ലീഡിംഗ് നോളജ് ബേസ്ഡ് ഓൺ ഇക്കോണമി ലൈക്ക് ഡെവലപ്ഡ് കൺട്രീസ്. ഇന്ത്യ വിദ്യാഭ്യാസം, സ്കിൽ ട്രെയിനിങ്, ആരോഗ്യം എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തിയാൽ വികസന രാജ്യങ്ങളെ പോലെ ഒരു നോളജ് എക്കോണമിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതിലെ മൂന്നാമത്തേതാണ് ഇൻക്രീസസ് ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻകം. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ വിൽ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് വർക്കേഴ്സ് വിച്ച് ലീഡ്സ് ടു ഹയർ ഇൻകം, ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്ത്. മനുഷ്യ മൂലധന രൂപീകരണം തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ഉയർന്ന വരുമാനവും കൂടുതൽ ജോലി അവസരവും വേഗത്തിലൂടെ സാമ്പത്തിക വളർച്ച എന്നിവ നേടുന്നുണ്ട്. നാലാമത്തേതാണ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ബെറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് വിൽ റേസസ് പീപ്പിൾസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് റിഡ്യൂസ് പോവർട്ടി. മികച്ച വിദ്യാഭ്യാസവും ആരോഗ്യവും ലഭിച്ചാൽ ജീവിത നിലവാരം ഉയരും, അതുപോലെ ദാരിദ്ര്യം കുറയും ചെയ്യും. അതിൽ അഞ്ചാമത്തേതാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്.
Human capital development also leads to social programs, reduced inequalities, better awareness, women empowerment and healthier society. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ കൂട്ടുന്നത് സാമൂഹിക പുരോഗതിക്കും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിഡ്യൂസസ് ഇന്നിക്വാലിറ്റീസ് കുറയ്ക്കുന്നുണ്ട്, ബോധവൽക്കരണം ചെയ്യുന്നുണ്ട്, വനിതാ ശാക്തീകരണം ഉണ്ടാകുന്നുണ്ട്, ആരോഗ്യകരമായ സമൂഹം തുടങ്ങിയവ ഉണ്ടാകുന്നു. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.